മടപ്ലാത്തുരുത്ത് സെന്റ് ജോർജ് ചർച്ചിൽ ദേവദാസൻ തിയോഫിലസ് പാണ്ടിപ്പിള്ളി അച്ഛന്റെ അനുസ്മരണ ദിനം ഭക്തി നിർഭരമായി കൊണ്ടാടി. ദിവ്യബലിയർപ്പണത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മടപ്ലാത്തുരുത്ത് സെന്റ് ജോർജ് ചർച്ചിൽ ദേവദാസൻ തിയോഫിലസ് പാണ്ടിപ്പിള്ളി അച്ഛന്റെ അനുസ്മരണ ദിനത്തിൽ അഭിവന്ദ്യ പിതാവിന് സ്വീകരണം നൽകി. തുടർന്ന് നടന്ന ദിവ്യബലിയർപ്പണത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മടപ്ലാതുരുത്ത് ഇടവകയെ സംബന്ധിച്ച് അവർക്കെല്ലാവർക്കും അഭിമാനവും എന്നാൽ ഏറെ സന്തോഷവുമുള്ള ഒരു ദിവസമാണെന്ന്. പാണ്ടിപ്പിള്ളച്ചൻ ദൈവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇനിയുള്ള ഓരോ ചുവടുവയ്പും അത് ദൈവികമായ പദ്ധതി അനുസരിച്ചാണ് നീങ്ങേണ്ടത്. നമുക്കറിയാം, വിശുദ്ധനാകുവാനായിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധന്യനാവുക എന്നതാണ്. ധന്യനാകുവാനായിട്ട് പോസ്റ്റ്ലേറ്ററും വൈസ് പോസ്റ്റ്ലേറ്ററും നൽകുന്ന ഡോക്യുമെന്റുകൾ, രേഖകൾ പഠിച്ചിട്ട് അവിടെയുള്ള കർദിനാളുമാരും ദൈവശാസ്ത്രജ്ഞന്മാരും അവർ യഥാർത്ഥ തീരുമാനമെടുത്തിട്ട് ധന്യപദത്തിന് അർഹനാണ് എന്ന് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഒരു വലിയ അത്ഭുതം നടക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുക. വാഴ്ത്തപ്പെട്ടവനായി ഒരുപടി മുന്നോട്ട് പോകുവാനായിട്ട്, വിശുദ്ധത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് മറ്റൊരു അത്ഭുതം കൂടി നടക്കേണ്ടതായിട്ടുണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ചെറിയ അത്ഭുതങ്ങളല്ല, വലിയ അത്ഭുതങ്ങളാണ് നടക്കേണ്ടത്. അങ്ങനെ പാണ്ടിപ്പിള്ളി അച്ഛൻ വിശുദ്ധപദത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. കടക്കര ഉണ്ണിമിശിഹ പള്ളി പ്രീസ്റ്റ് ഇൻചാർജ് റെവറന്റ് ഫാദർ മിഥുൻ മെൻഡസ് വചനപ്രഘോഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റുമാരാണ് കാഴ്ച സമർപ്പണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട, നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.